റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിക്ക് ഒരു അഹങ്കാരം UDF അധികാരത്തിൽ വരുന്ന പ്രശ്നമില്ലെന്നേ പറഞ്ഞില്ലേ? അതെ, ഞാൻ തിരിച്ചും മറിച്ചും കൂട്ടിക്കിട്ടും നിലവിലുള്ളത് പോലും കിട്ടുന്ന തരത്തിലല്ല കാര്യങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞു. വീണ്ടും പിണറായി പറഞ്ഞു. ഏത് ധൈര്യത്തിലാണ് പറഞ്ഞത്? നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു മുതലാളി വന്നിട്ട് ഒരു ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തെയോ കടന്നാക്രമിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും മുതലാളി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇയാൾ ആരാ? ഇത് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ. പോളിസി ഉണ്ടാവും, എല്ലാ മാധ്യമങ്ങൾക്കും ഒരു പോളിസി ഉണ്ടാവും, ഒരു നയമുണ്ടാവും, അവർ തുടർന്ന് വരുന്ന ഒരു ആശയം ഉണ്ടാവും. അതെല്ലാം വിളിച്ചു പറഞ്ഞ് വാപോയ കോടാലി പോലെ വിളിച്ചു പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കലാണോ പണി? പക്ഷെ കോൺഗ്രസ് ടാർഗറ്റ് ചെയ്യുകയല്ലേ റിപ്പോർട്ടർ ചാനൽ? ഇനി അഗസ്റ്റിൻ പ്രദേശിന്റെ ഭാവി എന്തായിരിക്കും? മുട്ടിൽ മരമുറിയിൽ തിരുമറികൾ നടന്ന കാര്യം സ്പഷ്ടമല്ലേ? ഒരു മുതലാളിക്ക് ഒളിക്കാൻ പറ്റുന്ന പലതും ഉണ്ടായിരുന്നു എന്ന് 2 ദിവസം കൊണ്ട് വെളിവായല്ലോ. ഞങ്ങൾ റിപ്പോർട്ടർ ചാനലിനെതിരല്ല, ഞങ്ങൾ ഒരു ചാനലിനും എതിരല്ല. നിങ്ങളുടെ ഒരു നയമുണ്ടല്ലോ, എല്ലാത്തിന്റെയും പുറകിൽ ഒരു ക്രിട്ടിസൈസ് ചെയ്യാനുള്ള നിങ്ങളുടെ നയമുണ്ടല്ലോ, അതിനാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ഞാനൊരു പ്രത്യേക കമ്പനിക്ക് മാത്രമായി പണം ഒഴുക്കി കൊടുക്കുക, ആ കമ്പനിയിലേക്ക് മാത്രം അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുക, ഇന്ത്യക്ക് കിട്ടേണ്ട നികുതി കിട്ടാതിരിക്കുക, കേരളത്തിൽ നികുതി വെട്ടിപ്പ് നടത്തുക, PML ആക്ടിന് ബാധകമാവാതിരിക്കുക, എന്നിട്ട് ഈ പണമെല്ലാം കൊണ്ടുവന്ന് സൂഹിക്കുക, അതിൻ്റെ പുറകിൽ ആളുകളെ കബളിപ്പിക്കുക, ഇല്ലാത്ത കാര്യത്തിൻ്റെ പേരിൽ അർജന്റീന വരുമെന്ന് പറയുക, ഏതോ ഒരു ആശംസ കാർഡിൻ്റെ പുറത്ത് വെച്ച് എത്തി എന്ന് പറയുക. ആ പറ്റിപ്പൊന്നും ഇവിടെ നടക്കില്ല, ഒരു പറ്റിപ്പും തട്ടിപ്പും നടക്കില്ല. കഴിഞ്ഞ ദിവസം റിപ്പോർട്ടർ ചാനലിലെ ആൻഡോ അഗസ്റ്റൻ ഇപ്പോൾ മാധ്യമങ്ങളോട് വന്നത് പറയുന്നൊരു സാഹചര്യം. ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ചാനലിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ചർച്ചകളിൽ വന്ന് പറഞ്ഞിരുന്നത് നരേന്ദ്രമോദി ആയിരുന്നെങ്കിൽ 3 വർഷത്തെ സമയം കൊടുത്തു, VD സതീശൻ 30 ദിവസത്തെ സമയം പോലും കൊടുത്തില്ല, ഞങ്ങളെ ആക്രമിക്കുകയാണ് എന്നാണ് പറയുന്നത്. എന്തിനു കൊടുത്തില്ലെന്ന് അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട്. റിപ്പോർട്ടർ ചാനലിന്റെ മുതലാളിക്ക് ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു. നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരു മുതലാളി വന്നിട്ട് ഒരു ഗവൺമെന്റിനെയോ അല്ലെങ്കിൽ ഒരു പ്രതിപക്ഷത്തെയോ കടന്നാക്രമിക്കുന്നത് നിങ്ങൾ എവിടെയെങ്കിലും മുതലാളി ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ? ഇയാൾ ആരാ? ഇത് അദ്ദേഹത്തിന്റെ ക്വാളിഫിക്കേഷൻ പറയേ. അദ്ദേഹം ആ ചാനലിന്റെ മാനേജിംഗ് ഡയറക്ടർ ആണല്ലോ. അത് മാത്രമല്ലേ, അയാൾക്ക് എന്താ ഇതിനകത്ത് കാര്യം? എല്ലാ മാധ്യമത്തിന്റെയും സ്ഥാപനത്തിന്റെ ഉടമസ്ഥരാണോ വന്ന് ഇതൊക്കെ പറയുകയും ചെയ്യുന്നത്? പോളിസി ഉണ്ടാവും, എല്ലാ മാധ്യമങ്ങൾക്കും ഒരു പോളിസി ഉണ്ടാവും, ഒരു നയമുണ്ടാവും, അവർ തുടർന്ന് വരുന്ന ഒരു ആശയം ഉണ്ടാവും. അതെല്ലാം വിളിച്ചു പറഞ്ഞ് വാപോയ കോടാലി പോലെ വിളിച്ചു പറഞ്ഞ് പ്രകോപനം ഉണ്ടാക്കലാണോ പണി? ഇയാൾ ആരാ? പക്ഷെ കോൺഗ്രസ് ടാർഗറ്റ് ചെയ്യുകയല്ലേ റിപ്പോർട്ടർ ചാനലിനെ? അങ്ങനെയല്ല. ഇപ്പോൾ മരമുറി ഞങ്ങളുടെ കാലത്താണോ? അല്ല, മുട്ടിൽ മരമുറിയിൽ തിരുമറികൾ നടന്ന കാര്യം സ്പഷ്ടമല്ലേ? അതുമായി ബന്ധപ്പെട്ട് പലരും സസ്പെൻഡ് ചെയ്യപ്പെട്ടില്ലേ? അതിന്റെ കുറ്റപത്രം വേഗത്തിൽ കൊടുക്കാൻ പറഞ്ഞു, കൊടുക്കുന്നു, വിചാരണ നടക്കട്ടെ. അപ്പോൾ മെസ്സിയുമായി ബന്ധപ്പെട്ട വിഷയത്തിലോ അതെന്താ സംഭവിച്ചത്? ഒരു മെസ്സിയെ കാണാൻ വേണ്ടി അർജന്റീനയിൽ പോയോ? പോയെങ്കിൽ പറ. പലയിടങ്ങളിലും പോയി എന്നുള്ള രീതിയിൽ. എവിടെ പോയത്? സ്പെയിനിൽ എവിടെ പോയത്? ഏതൊക്കെയോ സ്ഥലങ്ങളിൽ പോയതിന്റെ അവിടെയൊക്കെ പോയി ചുറ്റിക്കറങ്ങി പോന്നു. എന്നിട്ട് അർജന്റീനയുമായി ബന്ധപ്പെട്ട ഒരു കാർഡ് എടുത്ത് വെച്ചിട്ട് പറഞ്ഞു അർജന്റീന എങ്ങെത്തുന്നു എന്ന് പറഞ്ഞു, ആളെ തെറ്റിദ്ധരിപ്പിച്ചു അല്ലേ? എന്നിട്ട് അതിന്റെ പേരിൽ കോടിക്കണക്കിന് രൂപ എന്ത് ചെയ്തു? ലാസ്റ്റ് മെസ്സി ചതിച്ചാശാനെ എന്ന് പറഞ്ഞു അല്ലേ? എന്നിട്ട് എന്ത് ചെയ്തു? കോടിക്കണക്കിന് രൂപയുടെ ട്രാൻസാക്ഷൻ നടത്തി ഒരു പ്രത്യേക അക്കൗണ്ടിലേക്ക്. നികുതി അടച്ചിട്ടുണ്ടോ? ഇല്ല, നികുതി അടച്ചിട്ടില്ല. പിന്നെ അത് PML ആക്ടിന് ബാധകമാക്കുന്ന തരത്തിലുള്ളതാണോ? അല്ല. അപ്പോ ഒരു മുതലാളിക്ക് ഒളിക്കാൻ പറ്റുന്ന പലതും ഉണ്ടായിരുന്നു എന്ന് 2 ദിവസം കൊണ്ട് വെളിവായല്ലോ. നിങ്ങൾക്ക് ആർക്കും ഇത് അറിഞ്ഞുകൂടായിരുന്നല്ലോ? ഇത്രയും സ്പഷ്ടമായിട്ട് നിങ്ങൾ ഇത് പഠിച്ചു? ഇല്ല. ഇന്നലെയല്ലേ അറിഞ്ഞത്? ഇന്നലെ നിലവിളിക്കുകയായിരുന്നില്ലേ? ഇന്നലെ നെഞ്ചത്തടിച്ച് നിലവിളിക്കുകയായിരുന്നില്ലേ? ഞങ്ങളെ ഉപദ്രവിക്കുന്നേ, ഞങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുന്നേ, മറ്റവർ 3 മാസം നിന്ന് ഞങ്ങൾക്ക് ഒരു 30 ദിവസം പോലും തരുന്നില്ലേ എന്ന് പറഞ്ഞില്ലേ? പക്ഷെ കോൺഗ്രസ് ആഘോഷിക്കുകയാണ് കുട്ടികളുടെ കരച്ചിൽ കേൾക്കാൻ എന്ത് രസമാണ് എന്ന് പറഞ്ഞു. ഞങ്ങളുടെ പ്രവർത്തകർ എങ്ങനെ എന്താണ് ഇതിലൊക്കെ ഒറ്റപ്പെട്ട സംഭവങ്ങൾ ഉണ്ടായത്. ഞങ്ങൾക്കാരെയും ആക്ഷേപിക്കലില്ല, പക്ഷെ കാര്യങ്ങൾ ക്ലിയർ ആയിരിക്കണം. നിങ്ങൾ കേരളത്തെ ജനതയെ തെറ്റിദ്ധരിപ്പിച്ചു. നിങ്ങളോടൊപ്പം കേരളത്തിലൊരു മന്ത്രിയാണ് പ്രവർത്തിച്ചത്, അഥവാ ഒരു സിസ്റ്റത്തെയാണ് നിങ്ങൾ തെറ്റിദ്ധരിപ്പിച്ചത്. ആ സിസ്റ്റത്തിന്റെ മറവിൽ നിങ്ങൾ കോടികൾ കൈമാറ്റം ചെയ്യപ്പെട്ടു. അത് നികുതിയില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടു, രേഖയില്ലാതെ കൈമാറ്റം ചെയ്യപ്പെട്ടു. നിങ്ങൾ അർജന്റീനയെ മുമ്പ് നിർത്തി, മെസ്സിയെ മുമ്പ് നിർത്തി ഞങ്ങളെ ചതിക്കുകയായിരുന്നു. കേരളത്തിലെ കോടിക്കണക്കിന് വരുന്ന ഫുട്ബോൾ പ്രേമികളെയാണ് ഇയാൾ ചതിച്ചത്. ഇതിപ്പോൾ സ്റ്റേഡിയം നവീകരണത്തിന്റെ ഭാഗമായി നടന്ന പലതിനെ കുറിച്ചും വിജിലൻസ് എൻക്വയറി ചെയ്യാൻ പോവാ. സ്റ്റേഡിയം നവീകരണം നടത്തിയല്ലോ, ആ കോടികളുടെ ഇടപാടുകളെ സംബന്ധിച്ച് അന്വേഷണം നടത്താൻ പോവാ. എല്ലാ അന്വേഷണവും വരും, മുട്ടിൽ മരമുറി വരും, ഈ പണമിടപാട് വരും, അർജന്റീനയിൽ പോവാതെ പലയിടത്ത് കറങ്ങി നടന്നു വരും, സർക്കാരിൻ്റെ എത്ര കോടി നഷ്ടപ്പെട്ടു എന്ന് വരും. അന്വേഷിക്കുന്നേ. റിപ്പോർട്ടർ ചാനലിനെ കോൺഗ്രസ് പൂട്ടു. ഞങ്ങൾ റിപ്പോർട്ടർ ചാനലിനെതിരല്ല, ഞങ്ങൾ ഒരു ചാനലിനും എതിരല്ല,
ഞങ്ങൾ ഏതെങ്കിലും ചാനൽ മുതലാളിയെ ചാനലും വെച്ചുകൊണ്ട് ഞങ്ങളോട് യുദ്ധത്തിന് വന്നാൽ ഇത് ഗവൺമെൻറ്റാണ്, നിങ്ങൾ ചാനലാണ്, ആ വിരട്ടലും വിലവേശലൊന്നും കിട്ടു വേണ്ട. അയാൾ പറഞ്ഞല്ലോ, അയാളുടെ ഒരു വാക്കുണ്ടായിരുന്നല്ലോ, ഇന്ദിരാ ഗ്യാരണ്ടി ഒന്നും ഇവിടെ നടക്കില്ല പറഞ്ഞില്ലേ? പറഞ്ഞില്ലേ? നിങ്ങൾ കേട്ടില്ലേ? UDF അധികാരത്തിൽ വരുന്ന പ്രശ്നമില്ലെന്നേ അയാൾ പറഞ്ഞില്ലേ? അതെ. ഞാൻ തിരിച്ചും മറിച്ചും കൂട്ടിയിട്ടും നിലവിലുള്ളത് പോലും കിട്ടുന്ന തരത്തിലല്ല കാര്യങ്ങൾ പറഞ്ഞില്ലേ? പറഞ്ഞു. വീണ്ടും പിണറായി പറഞ്ഞു. ഏത് ധൈര്യത്തിലാ പറഞ്ഞത്? UDF വരില്ല വിചാരിച്ചല്ലേ? സ്വന്തമായിട്ട് സർവേ ഒക്കെ ഉണ്ടായിരുന്നു. അല്ലെ, UDF അധികാരത്തിൽ വരില്ല വിചാരിച്ചല്ലേ? അല്ലേ? അതെ. എത്ര തവണ മാറ്റി പറയേണ്ടി വന്നു? കോഫി എന്താണ് ഞാൻ കാപ്പിക്കട ഉദ്ഘാടനത്തിന് കോഫി വിത്ത് ഞാൻ ടേംസ് മറന്നുപോയി, ഞാൻ ആദ്യം മറന്നുപോയി. ചോദിച്ച് കാപ്പിക്കട ഉദ്ഘാടനം ചെയ്യാൻ പോയെന്നല്ലേ? അല്ലേ? അതെ. അപ്പൊ ഇതാണ് റിപ്പോർട്ടറിന്റെ ആ സമീപനത്തെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. നിങ്ങൾ കോഫി എന്ന് കേൾക്കുമ്പോൾ അത് കാപ്പി കുടിക്കാൻ പോയതാണെന്ന് തെറ്റിദ്ധരിക്കപ്പെടുന്ന നിങ്ങളുടെ ഒരു സിസ്റ്റം ഉണ്ടല്ലോ, നിങ്ങളുടെ ഒരു നയമുണ്ടല്ലോ, എല്ലാത്തിൻ്റെയും പുറകിൽ ഒരു ക്രിട്ടിസൈസ് ചെയ്യാനുള്ള നിങ്ങളുടെ നയമുണ്ടല്ലോ, അതിനെയാണ് ഞങ്ങൾ വിമർശിക്കുന്നത്. ആദ്യം മുതലാളി ടാക്സ് ഒക്കെ അടച്ച് പിന്നെ പേപ്പറുകളൊക്കെ കറണ്ടാക്കി കാണിച്ച്, എൻ്റെ ഇന്നലെ പേപ്പർ ഉണ്ടെന്ന് കാണിച്ചല്ലോ. അതെ. അപ്പോൾ അടുത്തിരുന്ന ആൾ ചോദിച്ചല്ലോ, എങ്കിൽ പിന്നെ നമുക്ക് ഇതിൽ കൂടെ കാണിക്കാമെന്ന് ചോദിച്ചപ്പോൾ അല്ല, അത് എനിക്ക് മാത്രം കാണാനുള്ളതാ. കാണട്ടെ, ജനം കാണട്ടെ. സുതാര്യമാണ് എന്നാണ് അദ്ദേഹം പറയുന്നത്. കാണിക്കട്ടെന്നേ, കാണിക്കേണ്ടവർ ചെല്ലുമ്പോൾ വിളിക്കുമ്പോൾ പോയി കാണിച്ച് നിരപരാധിത്യാണെങ്കിൽ ബോധ്യപ്പെടുത്തി കൊടുക്കട്ടെ. നേരത്തെ കുഴപ്പം അയാളെ ഇവിടെ ജയിലിൽ ഇറങ്ങും ഞങ്ങൾക്ക് ഉണ്ടാവും. ഇതിൽ പിണറായി വിജയന് കൃത്യമായിട്ടുള്ള ബന്ധങ്ങളുണ്ട് എന്ന് ഞാൻ പറയും. എനിക്ക് തോന്നുന്നില്ല പിണറായി വിജയൻ ഇയാളെ സൂചിപ്പിക്കുന്നത് കേട്ടുകൊണ്ട് ഇയാളുടെ പുറകെ നിന്ന് കൊടുത്തുന്നല്ല. പക്ഷേ അന്നത്തെ കായിക വകുപ്പ് മന്ത്രിക്ക് എന്തൊക്കെയോ ഇടപാടുകളുണ്ടെന്ന് സംശയിക്കേണ്ടിയിരിക്കും. വിദേശ രാജ്യത്തേക്ക് പണം അയച്ചത് അതിൽ ഉണ്ടെന്ന് തോന്നുന്നില്ല. പക്ഷേ ഈ മെസ്സിയെ കൊണ്ടുവരുന്നതുമായി ബന്ധപ്പെട്ട് ഈ നടത്തിയ പരിപാടികളിലെല്ലാം അന്നത്തെ കായിക മന്ത്രിയുടെ ഭാഗം കൂടി അന്വേഷണ വിധേയമാക്കേണ്ടതുണ്ട്. അല്ല, പുതിയ വാർത്തകൾ വരുന്നത് ഇത് ആ കമ്പനിക്ക് മാത്രമാണ് ഇതിന്റെ പ്രോഫിറ്റ് കിട്ടുന്നത്, സർക്കാരിന് ഇതുമായി ബന്ധപ്പെട്ട് ഒന്നും ലഭിക്കില്ല എന്നാണ്. അതല്ലേ പറഞ്ഞാൽ ഒരു പ്രത്യേക കമ്പനിക്ക് മാത്രമായി പണം ഒഴുക്കി കൊടുക്കുക, ആ കമ്പനിയിലേക്ക് മാത്രം അക്കൗണ്ട് വഴി ട്രാൻസ്ഫർ ചെയ്യുക, ഇന്ത്യക്ക് കിട്ടേണ്ട നികുതി കിട്ടാതിരിക്കുക, കേരളത്തിൽ നികുതി വെട്ടിപ്പ് നടത്തുക, PML ആക്ടിന് ബാധകമാവാതിരിക്കുക, എന്നിട്ട് ഈ പണമെല്ലാം കൊണ്ടുവന്ന് സൂഹിക്കുക, അതിൻ്റെ പുറകിൽ ആളുകളെ കബളിപ്പിക്കുക, ഇല്ലാത്ത പിന്നെ കാര്യത്തിൻ്റെ പേരിൽ പിന്നെ അർജൻറ്റീന വരുമെന്ന് പറയുക, ഏതോ ഒരു ആശംസാ കാർഡിൻ്റെ പുറത്ത് വെച്ചിരുന്ന എത്തിയെന്ന് പറയുക. ആ പറ്റിപ്പൊന്നും നടക്കില്ല, ഒരു പറ്റിപ്പും തട്ടിപ്പ് നടക്കില്ല. ഇനി അഗസ്റ്റിൻ പ്രദേശിൻ്റെ ഭാവി എന്തായിരിക്കും? നിയമത്തിന് വഴിക്ക് പോകും, ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല. പക്ഷേ ചില ആളുകൾ പറയുന്നത് കോൺഗ്രസ് ആണ് അധികാരത്തിലിരിക്കുമ്പോൾ കാശ് വാങ്ങി ഇവർക്ക് ഫേവറബിളായി നിൽക്കുമെന്ന് ഒരു ആക്ഷേപം. അങ്ങനെ കാശ് വാങ്ങുന്ന ഒരു കോൺഗ്രസ്സുകാരൻ്റെ പേര് പറഞ്ഞേ. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ പറഞ്ഞല്ലോ, ഇവിടെ സ്വർണ്ണക്കടത്ത് കേസ് കോൺഗ്രസ് വന്നാൽ ആവിയാവെന്ന് പറഞ്ഞല്ലോ. ശബരിമല സ്വർണ്ണ കേസേ, അതെ, എന്തായി? വീണ്ടും കേസുമായി മുന്നോട്ട്. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അവസ്ഥ എന്താ? കൂടുതൽ അന്വേഷിച്ചു, നെയ്തിരിമറി കണ്ടെത്തി, വീണ്ടും അന്വേഷിച്ചു, PWDയിൽ നടത്തിയ പലതരത്തിലുള്ള ഇടപാടുകളെ സംബന്ധിച്ചുള്ള പേപ്പർ വന്നിട്ടുണ്ട്. വേണ്ടി വന്നാൽ അതിന് വേണ്ടിയും കേസെടുക്കേണ്ടതുണ്ട്. പേപ്പറുകൾ ഞാൻ കണ്ടതാണ്. ഞാൻ പറഞ്ഞത് അതിൽ കോംപ്രമൈസ് ചെയ്തോ? ഇല്ല. ചെയ്തോ? ADGP അജിത് കുമാറിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്തോ? ഇല്ല. ചെയ്തോ? ഇല്ല. ഏത് കാര്യത്തിൽ ഞങ്ങൾ ചെയ്ത കോംപ്രമൈസ്? PM ശ്രീയിൽ ചെയ്തോ? PM ശ്രീയിൽ വീണ്ടും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ചെയ്തോ? ഞങ്ങൾ ചെയ്തോ? PM ശ്രീ UDF വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അറബിക്കടലിൽ എറിയും എന്ന് പറഞ്ഞിട്ട് ഇപ്പോഴും ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയല്ലേ? ഞങ്ങൾ PM ശ്രീ നടപ്പാക്കില്ലല്ലോ. PM ശ്രീ നടപ്പാക്കണോ, വെദർ ഇറ്റ് ഈസ് പോസിബിൾ ഓർ നോട്ട്, ഞങ്ങളുടെ മുമ്പിൽ ചോദ്യമാണ്. ഞങ്ങളുടെ സമിതി അന്വേഷിക്കും. കഴിഞ്ഞ ദിവസം ഞാൻ ആ MOU മുഴുവൻ വായിച്ചാണ്. ആ MOUയിൽ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വിദ്യാഭ്യാസ വകുപ്പിനും സ്കൂൾ വിദ്യാഭ്യാസ വകുപ്പിനും മാനവ വിഭവശേഷി മന്ത്രാലയത്തിനും കേന്ദ്ര സർക്കാരിനും അല്ലാതെ സ്റ്റേറ്റുകൾക്ക് പിന്മാറാൻ MOUയിൽ വ്യവസ്ഥയില്ല. MOUയിൽ ഒപ്പിടുന്നതിന് മുമ്പ് പിന്മാറാം. കേന്ദ്രമന്ത്രി ലോക്സഭയിൽ പറഞ്ഞത് വെച്ചുകൊണ്ടാണല്ലോ ബഹളം വെച്ചത് അല്ലേ? കേന്ദ്രമന്ത്രി ലോക്സഭയിൽ പറഞ്ഞത് PM ശ്രീയിൽ എന്ത് ചെയ്യാം? സംസ്ഥാനങ്ങൾക്ക് പിന്മാറാം, സംസ്ഥാനങ്ങൾക്ക് ഭാഗമാകാതിരിക്കാം. പക്ഷേ ധാരണാപത്രം ഒപ്പിട്ടാൽ പിന്മാറാൻ പറ്റുമോ? അതാണ് ചോദ്യം. ധാരണാപത്രം ഒപ്പിട്ടാൽ പിന്മാറാൻ പറ്റുകയില്ല. പിന്നെ എന്താ ചെയ്യാൻ പറ്റുന്നത്? കെപ്റ്റ് അബൈസ് വേണമെങ്കിൽ എന്ത് ചെയ്യാം? തള്ളിക്കളയല്ല, എന്ത് ചെയ്യാം? മരവിപ്പിച്ച് വെക്കണോ? പിന്മാറുന്ന കാര്യം ഇനി ആ ക്വസ്റ്റ്യൻ ഇല്ല. മരവിപ്പിച്ച് വെക്കണോ എന്നതിനെ സംബന്ധിച്ച് ഞങ്ങളുടെ ഉപസമിതി പഠിച്ചിട്ട് രാഷ്ട്രീയ തീരുമാനം എടുക്കും. അത് വേഗം തന്നെ എടുക്കും.
നന്ദി.